പ്ലേ ഓഫ് സാധ്യത നിലനിർത്തിക്കൊണ്ട് ബ്ലാസ്റ്റേഴ്സ് ചെന്നൈയിൻ എഫ്സിയെ 3-1 പരാജയപ്പെടുത്തിക്കൊണ്ട് ബ്ലാസ്റ്റേഴ്സിന്റെ സാധ്യതകൾ എങ്ങനെയൊക്കെയാണ്? ഹായ് ഓൾ ഫുട്ബോൾ ഫാൻസ്, വെൽക്കം ടു ഡെൻമാർക്ക്. അങ്ങനെ ബ്ലാസ്റ്റേഴ്സ് വീണ്ടും ആരാധകർക്ക് എന്താ പറയുക, കുറേ പ്രതീക്ഷകൾ നൽകുകയാണ്. കാരണം ഇന്നലെ ചെന്നൈയിൻ എഫ്സിനെ 3-1 തകർത്തെറിയുകയാണ് ചെയ്തത്. എനിക്ക് തോന്നുന്നു സീസണിലെ 2 മാച്ചിലും, അതായത് ഹോമിലും എവയിലും ചെന്നൈയിൻ എഫ്സിയെ ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെടുത്തുകയാണ് ഈ സീസണിൽ നമ്മൾ കണ്ടത്. പക്ഷേ ചെന്നൈയിൻ എഫ്സിനെ പരാജയപ്പെടുത്തിയതിൽ നമുക്ക് വലിയ ആഹ്ലാദിക്കാനൊന്നുമില്ല. നമ്മൾ സീസൺ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ചെന്നൈയിൻ എഫ്സി അത്ര ഫോമിലൊന്നല്ല കളിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ചെന്നൈയിൻ എഫ്സിയുമായി ഇങ്ങനെ വിജയിക്കാമെങ്കിൽ ബ്ലാസ്റ്റേഴ്സിന് എന്തുകൊണ്ടും ഈസ്റ്റ് ബംഗാളുമായി ഇതേ പ്രകടനം കാഴ്ചവെക്കാവുന്നതേ ഉള്ളായിരുന്നു എന്ന് നമുക്ക് പറയേണ്ടി വരും. അപ്പോൾ നമ്മൾ ഈസ്റ്റ് ബംഗാളിനെതിരെയും ഒരു വിജയം തന്നെ പ്രതീക്ഷിച്ചതാണ്, പക്ഷേ നടന്നില്ല. പിന്നെ എന്തായാലും ഇപ്പോൾ ചെന്നൈയിൻ എഫ്സിയെ തോൽപ്പിച്ചുകൊണ്ട് ബ്ലാസ്റ്റേഴ്സ് 19 മാച്ചിൽ നിന്ന് 24 പോയിന്റ്സ് കരസ്ഥമാക്കിയിട്ടുണ്ട്. അപ്പോൾ അപ്പം നമ്മുടെ സാധ്യതകളെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ പോയിന്റ് ടേബിളിൽ നമുക്ക് 1, 2, 3 സ്ഥാനക്കാരെ വിട്ടേക്കാം, അവരങ്ങ് പൊക്കോട്ടെ. പിന്നെ നാലാം സ്ഥാനത്ത് നിൽക്കുന്നത് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ആണ്. ഒരു 18 കളിയേ കളിച്ചിട്ടുള്ളൂ, പക്ഷേ 28 പോയിന്റ് ഉണ്ട്. ബ്ലാസ്റ്റേഴ്സിനേക്കാൾ ഒരു കളി കുറവാണ് അവർ കളിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ ബാംഗ്ലൂർ എഫ് സിയും ഏകദേശം അതേപോലെ തന്നെയാണ്. 18 മാച്ചിൽ നിന്ന് 28 പോയിന്റുമായിട്ട് 5-ാം സ്ഥാനത്ത് ബാംഗ്ലൂർ എഫ് സി ഉണ്ട്. എന്നാൽ 6-ാം സ്ഥാനം വരെ ക്വാളിഫൈഡ് ആവത്തുള്ളൂ എന്ന് നമുക്കറിയാം. അപ്പോൾ 6-ാം സ്ഥാനത്ത് ഇപ്പോൾ ഉള്ളത് മുംബൈ സിറ്റിയാണ്. മുംബൈ സിറ്റി 17 കളിയിൽ നിന്ന് 27 പോയിന്റാണ്. അവർ ബാംഗ്ലൂർ എഫ് സിയെക്കാളും നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനേക്കാളും ഒരു കളി കുറവാണ് കളിച്ചിരിക്കുന്നത്. ബ്ലാസ്റ്റേഴ്സിനേക്കാൾ 2 കളി കുറവാണ് കളിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ 7-ാം സ്ഥാനത്ത് ഒഡീഷ എഫ് സി ആണുള്ളത്. ഒഡീഷയും 17 കളിയേ കളിച്ചിട്ടുള്ളൂ, എന്നാൽ 24 പോയിന്റ് ഒഡീഷ എഫ് സിക്ക് ഉണ്ട്. ബ്ലാസ്റ്റേഴ്സ് ആകട്ടെ 8-ാം സ്ഥാനത്താണ്. 19 മാച്ചുകളാണ് ബ്ലാസ്റ്റേഴ്സ് കളിച്ചിരിക്കുന്നത്. ബ്ലാസ്റ്റേഴ്സിന് ഇനി ബാക്കി 5 മാച്ചുകളെന്തോ ബാക്കിയുള്ളൂ. അപ്പോൾ 19 മാച്ച്, കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ മാച്ചുകൾ കളിച്ചിരിക്കുന്ന ടീം ബ്ലാസ്റ്റേഴ്സ് ആണ്. ഇതിൻ്റെ ഒരു വീഡിയോ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. ബ്ലാസ്റ്റേഴ്സിന്റെ ബിസി ഷെഡ്യൂൾ, ഇഷ്ടം പോലെ കളി, 5 ദിവസം കൂടുമ്പോൾ കളി. അപ്പോൾ പ്രശ്നങ്ങൾ ഇതൊക്കെയാണ് അതിൻ്റെ. 19 മാച്ചിൽ നിന്ന് 24 പോയിന്റാണ് ബ്ലാസ്റ്റേഴ്സിനുള്ളത്. എന്നാൽ തൊട്ട് താഴെ നിൽക്കുന്ന പഞ്ചാബ് എഫ് സി, അതാണ് ഡേഞ്ചർ. വെറും 16 കളികൾ മാത്രമേ പഞ്ചാബ് എഫ് സി കളിച്ചിട്ടുള്ളൂ, എന്നാൽ 20 പോയിന്റ് അവരുടെ കയ്യിലുണ്ട് താനും. അപ്പോൾ പഞ്ചാബ് എഫ് സി ഈ പറയുന്ന ബ്ലാസ്റ്റേഴ്സിനാണെങ്കിലും ഒഡീഷയ്ക്കാണെങ്കിലും മുംബൈക്കാണെങ്കിലും ഒക്കെ ഒരു ഭീഷണിയായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അവരുടെ പഞ്ചാബ് എഫ് സിയുടെ മാച്ചുകളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും 6-ാം സ്ഥാനത്തേക്ക് ആര് വരും എന്നുള്ള ഒരു ഫൈനൽ തീരുമാനം കിട്ടണമെങ്കിൽ. അപ്പോൾ നമുക്ക് അത് മാത്രം പോരാ, നമ്മൾ ഇനിയുള്ള 5 കളികളും വിജയിക്കുകയും ചെയ്യണം. എന്നാൽ പഞ്ചാബ് എഫ് സിയുടെ മാച്ച് ഏത് രീതിയിലാണ് പോകുന്നത് എന്നുള്ളത് കൂടി നോക്കി വേണം നമുക്ക് ഒരു തീരുമാനത്തിലെത്താൻ. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അപ്പോൾ സാധ്യത, ഒരു പ്രതീക്ഷ ഒന്നോണം അവിടെ നിൽപ്പുണ്ട്. പിന്നെ ഇന്നലത്തെ കളിയിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ എന്നത്തെയും പോലെ തന്നെ ബ്ലാസ്റ്റേഴ്സ് മികച്ച പ്രകടനം പുറത്തെടുത്തു. മികച്ച പ്രകടനം എന്ന് പറഞ്ഞാൽ എന്താ പറയുക, 2-ാമത്തെ മിനിറ്റിൽ തന്നെ ജീസസ് ജിമനസ് ഒരു അടിപൊളി ഒരു ഗോൾ, എന്ന് വെച്ചാൽ ഒരു ക്ലാസ് ഗോൾ, സെക്കൻഡ് പോസ്റ്റിലേക്ക് ഒരു ക്ലാസ് ഗോൾ ഇടുന്നത് നമ്മൾ കണ്ടു. അതിൻ്റെ എന്താ പറയുക, നമ്മൾ ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ ഇന്നലെ 2 അസിസ്റ്റുമായിട്ട് ലൂണ തൻ്റെ പ്രതാപത്തിലേക്ക് തിരിച്ചു വരുന്ന ഒരു സംഭവമാണ് ഇന്നലെ കണ്ടത്. പക്ഷേ ആളിപ്പോൾ പഴയ പോലെ കളിക്കുന്നില്ല. പരിക്കിന് ശേഷം പഴയ ഒരു പെർഫോമൻസ് ഇല്ല എന്നൊക്കെ നാട്ടുകാർ പറയുന്നുണ്ട്. പക്ഷേ അങ്ങനെയൊന്നും അല്ല, അങ്ങേര് മരിച്ച് കളിക്കുന്നുണ്ട്. നമ്മൾ നോർത്ത് ഈസ്റ്റുമായിട്ടുള്ള കളിയിൽ ഒരു ഹീറ്റ് മാപ്പൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ആൾ മരിച്ച് കളിക്കുന്നുണ്ട്. കഴിഞ്ഞ കളിയിലും ലൂണയുടെ ഒരു കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൾ കിതയ്ക്കുന്നതൊക്കെ 90 മിനിറ്റും ആൾ ആത്മാർത്ഥമായി കളിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നോവാ സദോയിൽ നിന്നൊരു പ്രശ്നമൊക്കെ അവിടെ ഉണ്ടായി. ലൂണയും നോവയും തമ്മിൽ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചുകളൊക്കെ ഉണ്ടായി. ശരിക്കും അതിൻ്റെ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോയിൽ നമുക്കത് ഡീറ്റെയിൽ ആയി സംസാരിക്കാം. എന്നാലും നമുക്ക് ജസ്റ്റ് പറഞ്ഞു വെക്കാൻ പാകത്തിന് എല്ലാ ആരാധകനും ആഗ്രഹിച്ചൊരു സാധനമേ ലൂണ അവിടെ ചെയ്തിട്ടുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ അതിൻ്റെ ഡീറ്റെയിലിങ്ങിലേക്ക് നമുക്ക് പോവാം. പിന്നെ നോവയിൽ നിന്ന് നമുക്ക് പലപ്പോഴും ഇത് ഫീൽ ചെയ്തിട്ടുണ്ട്, ഒരു സിംഗിൾ പ്ലേ. അപ്പോൾ നോവയ്ക്ക് അത് ആവശ്യമായിരുന്നു എന്ന് തോന്നുന്നു. അപ്പോൾ ഇതൊക്കെയാണ്. പിന്നെ മാച്ച് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എന്താ പറയുക, നല്ലൊരു ആധിപത്യം ഉണ്ടാക്കാൻ ബ്ലാസ്റ്റേഴ്സിന് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ആദ്യ പകുതിക്ക് മുമ്പ് തന്നെ ചെന്നൈയിൻ എഫ് സിക്ക് ഒരു റെഡ് കാർഡ് വരുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ അതൊക്കെ ബ്ലാസ്റ്റേഴ്സിനെ കൂടുതൽ ഹെൽപ്പ് ചെയ്തു എന്ന് വേണം പറയാൻ. ബ്ലാസ്റ്റേഴ്സിനെ കൂടുതലും ഇന്നലെ സച്ചിൻ സുരേഷിൻ്റെ പെർഫോമൻസ് വളരെ മികച്ചതായിരുന്നു. സച്ചിൻ സുരേഷിന് ഒരുപാട് സേവുകൾ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ജിമനസിന് പിന്നെ ചാൻസുകൾ ഉണ്ടായിരുന്നു. നമുക്കൊരു 5-1 ആക്കായിരുന്നു. ഇനി 1 അത് എങ്ങനെ കയറി വന്നു എന്നൊരു ഐഡിയ ഇല്ല. വെറുതെ ആ ക്ലീൻ ചീറ്റ് കൊണ്ട് കളഞ്ഞതാണ്, ഒരു കാര്യമില്ലാതെ. വെറുതെ അത് മിസ്റ്റേക്കാണ്, ശ്രദ്ധയില്ലായ്മയാണ്. ലേസി ആയിട്ട് കളി ജയിച്ചു 3 ഇട്ട് നിൽക്കുന്നു എന്നുള്ള ഒരു ഭാവത്തിൽ കളിച്ചതിൻ്റെ ആണത്. അത് ഭയങ്കര മോശമായി പോയി എന്ന് തന്നെ പറയേണ്ടി വരും. അവസാനം വന്നിട്ട് ആ ക്ലീൻ ഷീറ്റ് നഷ്ടപ്പെട്ടത് സച്ചിന് വലിയൊരു നഷ്ടമാണ്. അപ്പോൾ കുറച്ചുകൂടി ഉത്തരവാദിത്വം എല്ലാവരും അവിടെ കാണിക്കണം. പിന്നെ ഇന്നലെ ലൂണ ആ പാസ് ഇഷാൻ പണ്ഡിതയ്ക്ക് വെച്ചിരുന്നെങ്കിൽ, ഇഷാൻ പണ്ഡിതയ്ക്ക് അത് പുള്ളി വർഷങ്ങൾക്ക് ശേഷം കളിക്കാൻ ഇറങ്ങിയതാണ്. പുള്ളിക്ക് ഒരു ഗോൾ വിൻ ചെയ്യാനുള്ള ചാൻസ് ആയിരുന്നു. അത് ആളുടെ വലിയൊരു കംബാക്ക് ആയിട്ട്, അല്ലെങ്കിൽ പുള്ളിക്ക് കൂടുതൽ മോട്ടിവേഷൻ കിട്ടാൻ സാധ്യതയുള്ള ഒരു കാര്യമായിരുന്നു. പക്ഷേ അതവിടെ നടന്നില്ല. അതിൽ വിഷമമുണ്ട്. പിന്നെ കോറോസി പറയേണ്ടതില്ലല്ലോ, ചെക്കൻ പൊളിയാണ്. ചെറുക്കനെ കുറിച്ചൊന്നും പറയാനില്ല. അവനെ ഇനി നാഷണൽ ടീമിൽ കാണുക എന്നുള്ളതാണ് എൻ്റെ ഒരു വലിയ ആഗ്രഹം. പിന്നെ ക്വാമി പെപ്ര ഇന്നലെ സ്കോർ ചെയ്തു. വളരെ സന്തോഷം. പെപ്രയൊക്കെ ഇന്നലെ ഭയങ്കര ആഹ്ലാദത്തിലായിരുന്നു. കോമഡി വീഡിയോ എല്ലാവരും കണ്ടു കാണും, ബോളൊക്കെ വന്ന് താടിക്കടിച്ച വീഡിയോ ഒക്കെ. അപ്പോൾ എന്തായാലും ഇന്നലെ ഒരു സന്തോഷം നിറഞ്ഞൊരു ദിവസമായിരുന്നു. പിന്നെ കൂടുതൽ ആളുകൾ ചർച്ച ചെയ്തത് നോവയുടെയും ലൂണയുടെയും പ്രശ്നമാണ്. അതിന് ലൂണ തന്നെ അവിടെ പിച്ചിൽ വെച്ച് ആൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാനത് പരിഹരിക്കും എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിലാരും വെറീഡ് ആവേണ്ട. ഫുട്ബോൾ ലോകത്ത് സാധാരണ സംഭവിക്കാറുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ. അതിനെ അങ്ങനെ കണ്ടാൽ മതി. ഒരു ടീമാകുമ്പോൾ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ എന്തായാലും പ്രതീക്ഷകൾ വീണ്ടും വരുന്നു.
പഞ്ചാബ് FC കാക്കുകയാണെങ്കിൽ നമുക്ക് 6ാം സ്ഥാനത്തെങ്കിലും കയറി കൂടാം. അപ്പോൾ ഓക്കെ, താങ്ക് യു.